നമസ്തേ, നമസ്കാരം. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് അമ്മ വരുന്നത്. സാധാരണമായി നമ്മളെപ്പോഴും ബണ്ണും ബ്രെഡും ഒക്കെ നമ്മുടെ അവനിലാണ് ബേക്ക് ചെയ്തെടുക്കാറുള്ളത്. എന്നാൽ ഇന്ന് അമ്മ വളരെ സോഫ്റ്റായിട്ടുള്ള ആവിയിൽ തന്നെ വേവിച്ചെടുക്കാവുന്ന ഒരു ബണ്ണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വരുന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഈ സ്റ്റീം ബൺ വെറും സ്റ്റീം ബണ്ണല്ല, നമ്മൾ മത്തങ്ങ കൊണ്ടാണ് ഈ ഒരു സ്റ്റീം ബൺ ഉണ്ടാക്കുന്നത്. അതിനു മുമ്പേ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോവുകയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വീഡിയോസും വാച്ച് ചെയ്യുക. നിങ്ങളെല്ലാവരും തന്നെ കറി വിത്ത് അമ്മയുടെ സബ്സ്ക്രൈബേഴ്സ് ആകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ഒരു ലൈക്കും ഒരു കമൻറ്റും പിന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെയായി ഈ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് അമ്മയുടെ മത്തങ്ങ സ്റ്റീം ബൺസ് കണ്ടിട്ട് വരാം. ഈ ബൺസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം പ്ലെയിൻ ഫ്ലവർ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 200 ഗ്രാം മത്തങ്ങ. അത് നല്ല പഴുത്ത മഞ്ഞ കളറിലുള്ള മത്തങ്ങ നോക്കിയെടുക്കണം. അത് നന്നായിട്ട് സ്റ്റീം ചെയ്ത് നല്ല പ്യൂരി ആക്കി വെച്ചിരിക്കുന്നതാണ്. 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 നുള്ള് ഉപ്പ്. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഈ ഫ്ലവറിൻ്റെ ബൗളിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. വെറുതെ ബണ്ണായിട്ടൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ മധുരം ഒരു 4 ടേബിൾ സ്പൂൺ മുതൽ 5 ടേബിൾ സ്പൂൺ വരെ മധുരം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു മീഡിയം മധുരത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ അതല്ല, ഒരു കറിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ഡിന്നർ റോളായിട്ടൊക്കെ നമുക്ക് കഴിക്കാനാണെങ്കിൽ ഈ ഒരു മധുരം ആവശ്യത്തിനുള്ളതാണ്. ഇനി അതിലേക്ക് 1 നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണിത്. ഇനി നന്നായിട്ടൊരു സ്പൂൺ കൊണ്ടങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി അതിലോട്ട് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. മത്തങ്ങയുടെ ആ പ്യൂരി റെഡിയാക്കി വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കുഴച്ചെടുക്കണം. ചിലപ്പം വെള്ളത്തിൻ്റെയൊക്കെ അളവൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും പൊടിയുടെ അനുസരിച്ച്. അപ്പം നമ്മളിത് വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടെ നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ച് നോക്കാം. കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഒരു പരുവമാണ് വെള്ളത്തിന്. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് മത്തങ്ങ പ്യൂരിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. മുഴുവൻ പ്യൂരിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ചൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഡൗ ഒക്കെ നമുക്ക് നന്നായിട്ട് ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കിയ ശേഷം കുറച്ച് പൊടി തൂകി അതിലിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി അങ്ങ് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതുപോലെ നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിന് ഈക്വൽ പോർഷൻസ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഓരോ പോർഷനും ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുത്ത് റെഡിയാക്കി വെക്കാം. ഇനി ഓരോ ബോളും നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇപ്പം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു സ്പാറ്റുലായോ അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് നൈഫ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. കുറച്ച് പോർഷൻ വിട്ടിട്ട് ബാക്കി ഭാഗം ഇതുപോലെ അങ്ങ് നീളത്തിൽ വരഞ്ഞു കൊടുക്കണം. മുഴുവനായി വരഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം ഈ സൈഡിൽ നിന്ന് ഇതുപോലെ ഫുള്ളായിട്ടങ്ങ് റോൾ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ വലുതായിട്ട് പരത്തിയിരിക്കുന്നതുകൊണ്ട് ഇത് 2 ബൺസിനുള്ള ബാറ്ററുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടായിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ. അതിനുശേഷം 2 സൈഡിൽ നിന്ന് കൈ കൊണ്ടൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ 2 സ്പാറ്റിലോ എന്തെങ്കിലും ഉപയോഗിച്ച് അതിൻ്റെ നടുക്കൂടെ ഇതുപോലെ വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആയി കിട്ടും. ആ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം വീണ്ടും. കണ്ടല്ലേ? ഇതിപ്പോൾ നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം കുട്ടികൾക്കൊക്കെ കാണാനും ഒരു ഇഷ്ടമായിരിക്കും. വെറുതെ ബോളായിട്ട് നമുക്ക് വെച്ചും ഇത് സ്റ്റീം ചെയ്തെടുക്കാം.
ഇതുപോലെ എല്ലാ ബൺസും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഒരു സ്റ്റീമറിലേക്ക് വെച്ചിട്ട് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ബണ്ണൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ബൺസ് നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടൊരു ബണ്ണാണിത്. മത്തങ്ങായി തന്നെ ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയുമാണ്. ഞാൻ പറഞ്ഞല്ലോ, മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മധുരമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പം ബണ്ണായിട്ട് വെറുതെ കഴിക്കാനാണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ വരെ ഞാൻ പറഞ്ഞതുപോലെ മധുരം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഡിന്നർ റോളായിട്ട് ഒരു കറിയുടെ കൂടെ കഴിക്കാനായിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ മത്തങ്ങ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് വരെ ക്യാരറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതും നല്ലതാണ്. നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. കാണാനും നല്ല ഭംഗിയാണ്, കണ്ടില്ലേ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റീംഡ് ബൺസ് നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഞാൻ നേരത്തെ ഒരു വടറൊട്ടിയുടെ റെസിപ്പി ഇട്ടിരുന്നു മത്തങ്ങ ഉപയോഗിച്ച്. ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് അതിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. പക്ഷേ നമ്മളത് സ്റ്റീം ചെയ്തല്ല എടുക്കുന്നത്, എണ്ണയിൽ വറുത്തെടുക്കുകയായിരുന്നു. അതും ഇതുപോലെ കറിയുടെ കൂടെ തയ്യാറാക്കാവുന്ന ഒരു രീതിയിലാണ് അന്ന് ചെയ്തത്. വെറുതെ സ്നാക്കായിട്ടും കഴിക്കാം, അതും നല്ല ടേസ്റ്റാണ് എണ്ണയിൽ വറുത്തെടുത്താലും. അപ്പം നിങ്ങളിതിങ്ങനെ സ്റ്റീം ചെയ്തൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.